മലബാറിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് കുറ്റിപ്പുറം. മലപ്പുറം ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 58 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കുറ്റിപ്പുറം ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ദിവസവും 22ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തേത് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പാലക്കാട് നിന്നും 32 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. ഒറ്റപ്പാലം ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ദിവസവും 23ഓളം ട്രെയിനുകളിൽ പാലക്കാട് ഭാഗത്തേക്ക് ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. എട്ടാമത്തേത് വടകര. കോഴിക്കോട് ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 46 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 3 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് വടകര. വടകര പട്ടണത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഏഴാമത്തേത് കാസർഗോഡ്. 3 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കാസർഗോഡ്. 3-4 ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇവിടെ നിന്നും മംഗലാപുരത്തേക്ക് 46 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. കാസർഗോഡ് പട്ടണത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ആറാമത്തേത് തലശ്ശേരി. കണ്ണൂർ ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ 68 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 2 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. തലശ്ശേരി പട്ടണത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അഞ്ചാമത്തേത് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറയപ്പെടുന്നു. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കോഴിക്കോട് നിന്നും ഷൊർണൂർ റൂട്ടിൽ 41 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. നാലാമത്തേത് കണ്ണൂർ. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കണ്ണൂർ. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. 3 പ്ലാറ്റ്ഫോമുകളും 1 എ പ്ലാറ്റ്ഫോമും ഇവിടെ ഉണ്ട്.
പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് നടന്നുപോകാൻ സബ്വേയും ഇവിടെ ഉണ്ട്. തുരന്തോ എക്സ്പ്രസ്സുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ഉണ്ട്. മൂന്നാമത്തേത് കോഴിക്കോട്. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. 4 വീതി വിശാലമായ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. എല്ലാ യാത്രാ ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ഉണ്ട്. രണ്ടാമത്തേത് പാലക്കാട് ജംഗ്ഷൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണിത്. ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് 54 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. 5 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ. എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ഉണ്ട്. ഒന്നാമത്തേത് ഷൊർണൂർ ജംഗ്ഷൻ. പാലക്കാട് ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 7 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. എസ്കലേറ്റർ, ലിഫ്റ്റ് സൗകര്യവും ഇവിടെ ഉണ്ട്. 4 റൂട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. നിലമ്പൂർ റോഡിലേക്കുള്ള റെയിൽവേ റൂട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.